ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ PV അൻവറും പുതിയ പാർട്ടിയായ DMKയും അപ്രസക്തമായിരിക്കുകയാണ്. ചേലക്കരയിൽ DMKയ്ക്കു വേണ്ടി മത്സരിച്ച അൻവറിന്റെ സ്ഥാനാർത്ഥി NK സുധീർ ആകെ നേടിയത് വെറും 3909 വോട്ട് മാത്രമായിരുന്നു. കെട്ടിവെച്ചിരുന്ന കാശ് നഷ്ടമായെന്ന് മാത്രമല്ല, മണ്ഡലത്തിലെ ജയപരാജയത്തിന് സ്വാധീനമുണ്ടാക്കാനും അൻവറിന് കഴിഞ്ഞിട്ടില്ല. ചേലക്കരയിൽ DMK 20,000 വോട്ട് നേടുമെന്നായിരുന്നു PV അൻവർ ഉയർത്തിയ അവകാശവാദം. 1000 വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഉൾപ്പെടെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു PV അൻവർ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച മുൻ കോൺഗ്രസ് നേതാവ് സുധീർ കാരണം അവിടെ നിർണായക ശക്തിയാകുമെന്നായിരുന്നു അൻവർ വെളിപ്പെടുത്തിയിരുന്നത്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കുവാനായി കോൺഗ്രസ് നിർദ്ദേശിച്ചെങ്കിലും രമ്യ ഹരിദാസിനെയാണ് മാറ്റേണ്ടതെന്ന നിലപാടായിരുന്നു അൻവർ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആഴ്ചകൾക്ക് മുന്നിൽ ഇടതുമുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ പിന്തുണ കൊണ്ടായിരുന്നു അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചതും. എന്നാൽ ചേലക്കരയിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ ഉപാധികളില്ലാതെ UDFിലേക്ക് പോകേണ്ട സാഹചര്യമാണ് വന്നത്. ചേലക്കരയിൽ SDPI പിന്തുണ അൻവറിന് നൽകുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും DMK സ്ഥാനാർത്ഥിയും പിന്തുണച്ചാണ്. സംഘടനയുടെ ചെറിയൊരു ശതമാനം വോട്ട് മാത്രമായിരുന്നു സുധീർ നേടിയത്. DMK നേടിയ വോട്ട് ഭൂരിപക്ഷത്തെക്കാൾ ഉയർന്നതായിരുന്നെങ്കിൽ അൻവറിന് വിലപേശാൻ അവസരം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. PV അൻവറിന്റെ അടുത്ത ലക്ഷ്യം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ SDPIയുമായി കൈകോർത്ത് കരുത്ത് തെളിയിക്കാനാണ്.